യൂട്യൂബ് ചാനൽ ട്രിനിറ്റി വോയിസ്. ആയിരങ്ങൾ പതിനായിരങ്ങളിതാ പാപത്തിനാഴത്തിൽ വീണു. ആയിരങ്ങൾ പതിനായിരങ്ങളിതാ പാപത്തിനാഴത്തിൽ വീണു. കയറുവാൻ കരകണതുഴലുന്ന നേരം നേരിടാം സ്നേഹക്കൊടിയ. കയറുവാൻ കരകണതുഴലുന്ന നേരം നേരിടാം സ്നേഹക്കൊടിയ. പോർക്കളത്തിൽ നാം പൊരുതുകധീരരാം യേശുവിൻ നാമമതേന്തി. പോർക്കളത്തിൽ നാം പൊരുതുകധീരരാം യേശുവിൻ നാമമതേന്തി. പോയിട സുവിശേഷമോദിട നാടെങ്ങും അനന്ത സന്തോഷമുണ്ടൊടുവിൽ. പോയിടാം സുവിശേഷമോദിട ആടെങ്ങും അനന്ത സന്തോഷമുണ്ടൊടുവിൽ. നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോവാം. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 3, 4, 5 വാക്യങ്ങൾ. ജനസിസ് ചാപ്റ്റർ 8 വേർഡ്സ് 3, 4 and 5. വെള്ളം ഇടവിടാതെ ഭൂമിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നു. 150 ദിവസം കഴിഞ്ഞ ശേഷം വെള്ളം കുറഞ്ഞു തുടങ്ങി. And the waters returned from off the earth continually. And after the end of the 150 days, the waters were abated. 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. And the ark rested in the 7th month on the 17th day of the month upon the mountains of Ararat. 10-ാം മാസം വരെ വെള്ളം ഇടവിടാതെ കുറഞ്ഞു. 10-ാം മാസം 1-ാം തീയതി പർവ്വത ശിഖരങ്ങൾ കാണായി. And the waters decreased continually until the 10th month. In the 10th month, on the first day of the month, where the tops of the mountains seen. സെക്കൻഡ് സെഷനിലേക്ക് പോകാം. റിക്വാറിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക്. ഇറ്റ് ഈസ് നോട്ട്. ദ ബൈബിൾ ഈസ് ക്ലിയർ. ഫ്രണ്ട്സ്, ദിസ് വേൾഡ് ഈസ് നോട്ട് യുവർ ഹോം. So don't make yourself cozy in it. Don't indulge your ego at the expense of your soul. God wants us to not get too attached to what's around us because it is temporary. We are told those in frequent contact with the things of the world should make good use of them without becoming attached to them. For this world and all it contains will pass away. Compared with other centuries, life has never been easier for much of the Western world. We are constantly entertained, amused and catered to with all the fascinating attractions, mesmerizing media and enjoyable experiences available today. It's easy to forget that the pursuit of happiness is not what life is about. Only as we remember that life is a test and a temporary assignment, will the appeal of these things lose their grip on our lives. തേർഡ് സെഷനിലേക്ക് പോവാം.
Proverbs chapter 7 verse 12, 13 and 14. സദൃശവാക്യങ്ങൾ 7-ാം അധ്യായം 12, 13, 14 വാക്യങ്ങൾ. ഇപ്പോൾ അവളെ വീതിയിലും പിന്നെ വിശാല സ്ഥലത്തും കാണാം, ഓരോ കോണിലും അവൾ പതിയിരിക്കുന്നു. Now is she without, now in the streets, and lieth in wait at every corner. അവൾ അവനെ പിടിച്ച് ചുംബിച്ചു, ലജ്ജ കൂടാതെ അവനോട് പറയുന്നത്. So she caught him and kissed him, and with an impudent face said unto him, എനിക്ക് സമാധാനയാഗങ്ങൾ ഉണ്ടായിരുന്നു, ഇന്ന് ഞാൻ എൻ്റെ നേർച്ചകളെ കഴിച്ചിരിക്കുന്നു. I have peace offerings with me, this day have I paid my vows. ഇനി നമുക്ക് ഫോർത്ത് സെഷനിലേക്ക് പോകാം. ഫോർ ചിൽഡ്രൻ. ജനങ്ങളെല്ലാം ശൗലിനെ അന്വേഷിച്ചു, പക്ഷെ കണ്ടില്ല. അവർ ദൈവത്തോട്, ഇനി മറ്റാരെങ്കിലുമാണോ രാജാവാകേണ്ടത് എന്ന് ചോദിച്ചു. യഹോവ അപ്പോൾ, ശൗൽ ഇവിടെ തന്നെ സാധനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഓടിച്ചെന്ന് ശൗലിനെ കണ്ടുപിടിച്ച് മുന്നിലേക്ക് കൊണ്ടുവന്നു. അയാൾ മറ്റെല്ലാവരെക്കാളും ഒരടി കൂടുതൽ ഉയരമുള്ള ആളായിരുന്നു. ശമൂവേൽ ജനങ്ങളോട് പറഞ്ഞു, ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യൻ ഇതാണ്, നമ്മുടെ ഇടയിൽ അവനെ പോലെ വേറെ ഒരാൾ ഇല്ല. ജനമെല്ലാം രാജാവ് നീണാൾ വാഴട്ടെ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ശമൂവേൽ അപ്പോൾ രാജാവിൻ്റെ അവകാശങ്ങളും കർത്തവ്യങ്ങളും എല്ലാം ജനങ്ങളോട് വിവരിച്ചു പറഞ്ഞു. അദ്ദേഹം അതെല്ലാം ഒരു പുസ്തകത്തിൽ എഴുതി ഒരു വിശുദ്ധ സ്ഥാനത്ത് സൂക്ഷിച്ചു വെച്ചു. അതിനുശേഷം എല്ലാവരെയും അവരുടെ വീട്ടുകളിലേക്ക് പറഞ്ഞയച്ചു. അടുത്തൊരു ഹെഡിങ്ങാണ് രൂത്ത് ശ്രേഷ്ഠയായ ഒരു വല്യമ്മച്ചി. ഇസ്രായേലിൻ്റെ ആദ്യ രാജാവായ ശൗൽ എല്ലാവരെയും നിരാശപ്പെടുത്തി കളഞ്ഞു. അയാൾ ഒരു വലിയ പരാജയമായിരുന്നു. ഇസ്രായേൽ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും മഹാനായ രാജാവായിരുന്നു രണ്ടാമത്തെ രാജാവായിരുന്ന ദാവീദ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് രാജ്യം വലിപ്പത്തിലും പ്രാധാന്യത്തിലും വളർന്നു. ദാവീദിൻ്റെ കഥ ആരംഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വല്യമ്മച്ചിയായ രൂത്തിൽ നിന്നാണ്. രൂത്ത് വീട് വിടുന്നു. സബ് ഹെഡിങ്ങാണ് രൂത്ത് 1:1 മുതൽ 19 വരെ. ഇസ്രായേലിയർ സാധാരണയായി സ്വദേശം വിട്ട് പോകുമായിരുന്നില്ല. മറ്റ് ദേശക്കാരെ വിവാഹം കഴിക്കുന്നതും അസാധാരണമായിരുന്നു. ഇസ്രായേൽ ദേശത്ത് വലിയ ഒരു ക്ഷാമമുണ്ടായി. അപ്പോൾ യഹൂദിയിലെ ബേത്ലഹേം പട്ടണത്തിൽ താമസിച്ചിരുന്ന എലീമേലെക്ക് എന്നയാൾ തൻ്റെ കുടുംബത്തോടൊപ്പം മോവാബ് നാട്ടിൽ ചെന്നു അവിടെ താമസിക്കുവാൻ ആരംഭിച്ചു. അയാളുടെ ഭാര്യയുടെ പേർ നവോമി എന്നും മക്കളുടെ പേർ മഹളോൻ എന്നും കില്യോൻ എന്നും ആയിരുന്നു. അവിടെ പാർത്തു വരുമ്പോൾ എലീമേലെക്ക് മരിച്ചുപോയി. നവോമിയുടെ കൂടെ 2 മക്കൾ അവശേഷിച്ചു. അവർ മോവാബി ദേശക്കാരായ ഓർപ്പയെയും രൂത്തിനെയും വിവാഹം കഴിച്ചു. ഏകദേശം 10 വർഷം കഴിഞ്ഞപ്പോൾ മഹ്ളോനും കില്യോനും മരിച്ചുപോയി. ബേത്ലഹേമിൽ നിന്നും വന്നവരിൽ ഇപ്പോൾ നവോമി മാത്രമായി. കുറേ കാലം കഴിഞ്ഞപ്പോൾ ദൈവം തൻ്റെ ജനത്തെ അനുഗ്രഹിച്ചു എന്ന് നവോമി കേട്ടു. ഇസ്രായേൽ കൃഷിക്ക് പിന്നെയും നല്ല വിളവുണ്ടായി തുടങ്ങി. അപ്പോൾ അവൾ തൻ്റെ മരുമക്കളോടൊത്ത് യഹൂദയിലേക്ക് യാത്ര തിരിച്ചു. അവർ മരുമക്കളോട്, നിങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കൊള്ളുക, അവിടെ നിങ്ങളുടെ അമ്മമാരുടെ കൂടെ താമസിച്ച് കൊള്ളൂ. നിങ്ങൾ എന്നോടും മരിച്ചുപോയവരോടും നല്ലവരായി പെരുമാറിയതുപോലെ ദൈവം നിങ്ങളോടും നല്ലവനായി പെരുമാറട്ടെ. കർത്താവ് നിങ്ങൾക്കിരുവർക്കും പുതിയ ഭർത്താക്കന്മാരെയും പുതിയ കുടുംബങ്ങളെയും നൽകട്ടെ എന്നിങ്ങനെ പറഞ്ഞ് ചുംബിച്ചുകൊണ്ട് അവരെ യാത്രയാക്കാൻ തുടങ്ങി. ഇല്ല, ഞങ്ങൾ അമ്മയുടെ കൂടെ വരികയാണ്. അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മക്കളെ നിങ്ങൾ പോകണം. നവോമി വീണ്ടും പറഞ്ഞു, എൻ്റെ കൂടെ വന്ന് പിന്നെയും വിധവകളായി എന്തിനു കഴിയണം? യഹോവ എനിക്ക് വിരോധമായിരിക്കുകയാണ്. നിങ്ങളെ ഓർത്ത് എനിക്ക് വളരെ ദുഃഖമുണ്ട്. പിന്നെയും അവർ കരയുവാൻ തുടങ്ങി. ഒടുവിൽ ഓർപ്പ അമ്മായിയമ്മയെ ചുംബിച്ചിട്ട് അവളുടെ വീട്ടിലേക്ക് യാത്രയായി. എന്നാൽ രൂത്ത് ആകട്ടെ പോകുകയില്ലെന്ന് നിർബന്ധം പിടിച്ചു. അപ്പോൾ നവോമി രൂത്തിനോട് പറഞ്ഞു, നിന്റെ സഹോദരി സ്വന്തക്കാരുടെ അടുത്തേക്ക് പോയല്ലോ, അവളുടെ കൂടെ നീയും പോയിക്കൊള്ളുക. അപ്പോൾ രൂത്ത്, ഇല്ല, ഞാൻ പോകില്ല, ദയവ് ചെയ്ത് എന്നോട് പോകുവാൻ പറയല്ലേ,
അമ്മ എവിടെ പോയാലും ഞാൻ അവിടെ വരും. അമ്മ ജീവിക്കുന്നിടത്ത് ഞാനും ജീവിക്കും. അമ്മയുടെ ആളുകൾ എൻ്റെയും ആളുകൾ. അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും. എൻ്റെ മരണം കൊണ്ടല്ല ഞാൻ അമ്മയെ ഉപേക്ഷിച്ച് പോയാൽ ദൈവം എന്നെ ശിക്ഷിക്കട്ടെ എന്നിങ്ങനെ നിർബന്ധമായി പറയാൻ തുടങ്ങി. തന്നോടൊപ്പം പോരുവാൻ രൂത്ത് മനസ്സുറച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ പിന്നീട് നവോമി അവളോട് ഒന്നും പറഞ്ഞില്ല. അവർ ഒരുമിച്ച് ബേത്ലഹേമിലേക്ക് യാത്ര തുടർന്നു. അവർ അവിടെ എത്തിച്ചേർന്നപ്പോൾ പട്ടണത്തിലെ ജനങ്ങൾ മുഴുവനും വളരെ സന്തോഷിച്ചു. ഇത് നവോമി തന്നെയോ എന്ന് സ്ത്രീകൾ ചോദിച്ചുപോയി. 4 സെഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു അബണ്ടൻ്റ്.